ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അതായത് നമ്മൾ എപ്പോഴും ഓൺലൈൻ ക്ലാസ്സിൽ ഫുൾ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരാറുണ്ട്. ഞാനിപ്പോൾ ഒരു 10 വർഷമായി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നാലും ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു സംശയം ക്ലിയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു ക്ലാസ് ആണിത്. അപ്പോൾ 500 രൂപ അതിന് ഫീസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലൗസിൽ എന്തൊക്കെയാണോ സംശയങ്ങൾ വരുന്നത് അതെല്ലാം ഇതിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ പ്രീ റെക്കോർഡിങ് വീഡിയോസ് ആയിട്ടാണ് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെ നമ്മുടെ ഒരേ സൈസാണ്, അതായത് ചെസ്റ്റ് സൈസ് 40 ആണ്. ഇതിൽ കഴുത്തിൻ്റെ ഇറക്കം കൂടുമ്പോഴും ബസ്റ്റിൻ്റെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സാമ്പിളിനായിട്ട് കാണിച്ചു എന്ന് മാത്രം. ഇപ്പോൾ ഇതിൽ 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച് നെക്കിൻ്റെയും പറയുന്നുണ്ട്. അതേപോലെ 6 ഇഞ്ച് ഒരുപാട് കുറഞ്ഞ നെക്ക് എടുക്കുമ്പോഴും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതോറും ഷോൾഡറിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതോറും ഷോൾഡർ മാത്രമല്ല, നമ്മൾ ചെസ്റ്റിലും മാറ്റം വരുത്തണം. അതേപോലെ നമ്മുടെ കൈക്കുഴി ബോക്സിലും മാറ്റം കൊണ്ടുവരണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ടക്ക്, ബാക്ക് ടക്ക് നമ്മൾ വെറുതെ പിടിക്കുന്നതല്ല. ടക്ക് ആ ബ്ലൗസിൽ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ താഴെ ചെരിച്ചിട്ട് ഒരു ലൈന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുവരെ നമ്മുടെ നെക്കിൻ്റെ ഇറക്കം കൂടുന്തോറും, അതേപോലെ ഒരുപാട് മുകളിലേക്ക് നെക്ക് പോയാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഷോൾഡറിൻ്റെ കംപ്ലയിൻസും, അതായത് ഷോൾഡർ എത്ര കുറയ്ക്കണം എത്ര കൂട്ടണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പോൾ ഷോൾഡറിൽ തന്നെ 2 ഫോർമുല ഉണ്ട് കേട്ടോ. നമുക്ക് ഷോൾഡർ നെക്കിനനുസരിച്ച് കുറയ്ക്കുന്നതും ഉണ്ട്, അതല്ലാതെ ചെസ്റ്റ് വെച്ചിട്ട് ഷോൾഡർ കണക്കാക്കുന്നതും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ അതേ സെയിം 40 ഇഞ്ച് ചെസ്റ്റ് തന്നെയാണ്. ബസ്റ്റ് 43 വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെസ്റ്റിനെക്കാട്ടിലും ബസ്റ്റ് കൂടുതൽ വരുമ്പോൾ അവിടെ ആ ഒരു ബാക്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ ഒരുപാട് ഹെവി സൈസ് ചെസ്റ്റ്, അതായത് ചെസ്റ്റിനെക്കാട്ടിലും ബസ്റ്റ് 5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ കൂടുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് ഇല്ല. ഈ ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റിച്ചിങ് ഇല്ല, കട്ടിങ്ങും. അതേപോലെ ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത ഈ ബാക്കിന് നമ്മൾ ഫ്രണ്ടും കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ കട്ട് ചെയ്യുന്ന ഫ്രണ്ടിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കി ചെയ്യേണ്ടതെന്നുള്ളതും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, അതിനനുസരിച്ചിട്ട് ഫ്രണ്ടിലും നമ്മൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫീസ് 500 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീ റെക്കോർഡിംഗ് വീഡിയോസ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.